യോനിയിൽ വരൾച്ച ഉണ്ടാകുക അഥവാ ലൈംഗികമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ യോനി വേണ്ടത്ര രീതിയിൽ ഉത്തേജനം ലഭിക്കാതെ എന്ന് പറഞ്ഞാൽ അതിനകത്ത് വരണ്ട് കിടക്കുക, ലിംഗം യോനിക്കുള്ളിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ വേദന അനുഭവപ്പെടുക, ഈ രീതിയിലുള്ള ചില സംഭവങ്ങൾ കാണാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് യോനിയിൽ അങ്ങനെ വരൾച്ച ഉണ്ടാകുന്നത്? സ്വാഭാവികം ആയിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ലൈംഗികമായിട്ട് ബന്ധപ്പെടാൻ ഒരു സ്ത്രീ തയ്യാറെടുക്കുകയാണെങ്കിൽ യോനിയിൽ നനവുണ്ടാകുമെന്നുള്ളത് സ്വാഭാവികമാണ്. അതിന് ആ സ്വാഭാവിക രീതിക്കെതിരായിട്ട് യോനിയിൽ നനവ് തീരെ ഉണ്ടാകാതെ വരുന്ന അവസ്ഥ എന്താണ് അതിൻ്റെ കാരണം? ലൈംഗികമായ ഒരു പ്രശ്നമാണ്. ഇന്ന് പല സ്ത്രീകളിലും അത് കണ്ടുവരുന്നുണ്ട്. എന്നാൽ ലൈംഗികമായിട്ട് താല്പര്യം ഇല്ലാത്തൊരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ ഒരിക്കലും നനവുണ്ടാകുക എന്നുള്ളത് സ്വാഭാവികമാണ്. അത് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ താല്പര്യമുണ്ട് എന്നിരുന്നാലും, ആഗ്രഹമുണ്ട് എന്നിരുന്നാലും യോനിയിൽ നനവുണ്ടാകാത്ത ഒരവസ്ഥ വരുന്നതിൻ്റെ കാരണം എന്താണ്? ഞാൻ ഡോക്ടർ അജയൻ വർഗീസ്, കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പന്തീർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ്. ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ അഖിലേന്ത്യാ ചെയർമാനുമാണ്. നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് യോനിയിൽ ലൈംഗികമായി ബന്ധപ്പെടാൻ ആഗ്രഹമുണ്ടാകുന്ന അവസ്ഥയിൽ, അതായത് ലൈംഗികമായി ബന്ധപ്പെടാനുള്ള ആഗ്രഹം ഉള്ളാലെ സ്വമനസാലെ ഉണ്ടാകുന്ന ഒരവസ്ഥയിൽ നനവുണ്ടാകാത്ത ചില അവസ്ഥകൾ ഉണ്ടാകാറുണ്ട്. ഇതിൻ്റെ കാരണം എന്താണ്? ആദ്യമായി ഇതൊരു ഹോർമോണൽ പ്രശ്നമാണ്. അതായത് ഈസ്ട്രോജൻ എന്ന ഹോർമോൺ കുറവ് കാണപ്പെടുകയാണെങ്കിൽ ലൈംഗികമായി ബന്ധപ്പെടാനുള്ള ആഗ്രഹമുണ്ടെങ്കിൽ കൂടി യോനിയിൽ നനവുണ്ടാകാത്ത അവസ്ഥ വരും. ഇത് ഏത് കാലഘട്ടത്തിലാണ് ഈസ്ട്രോജൻ്റെ കുറവ് വരുന്നത്? ആർത്തവ വിരാമത്തിനോട് അടുക്കുന്ന സമയത്ത് കുറവ് വരാം. ആർത്തവ വിരാമത്തിന് ശേഷം ഒരു പർട്ടിക്കുലർ പീരീഡ് വരെ ഈസ്ട്രോജൻ്റെ കുറവ് വരാറുണ്ട്. അങ്ങനെ ഈസ്ട്രോജൻ്റെ കുറവ് വരുന്ന അവസ്ഥയിൽ ലൈംഗികമായിട്ടുള്ള ആഗ്രഹമുണ്ടെങ്കിൽ കൂടി യോനിയിൽ നനവുണ്ടാകാത്ത അവസ്ഥ വരാറുണ്ട്. അപ്പോൾ അതൊരു ഹോർമോണൽ പ്രശ്നമാണെന്നുള്ളത് മനസ്സിലാക്കാം. ഇനി അതല്ലാതെ ചില മരുന്നുകൾ കഴിക്കുകയാണെങ്കിൽ, അതായത് ഡിപ്രഷനുള്ള മരുന്ന്, ആൻറ്റി ഹിസ്റ്റമിനുകൾ, ഇത്തരം മരുന്നുകൾ കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും യോനിയിൽ നനവുണ്ടാകാതെ വരും. ഇതിൽ ആൻറ്റി ഹിസ്റ്റമിൻ കഴിക്കുമ്പോൾ യോനിയിൽ നനവുണ്ടാകാത്തതിൻ്റെ കാരണം, നാം സാധാരണ ജലദോഷവും മറ്റും വരുമ്പോൾ ആൻറ്റി ഹിസ്റ്റമിനുകൾ കഴിക്കാറുണ്ട്, അലർജിക്കുള്ള ഗുളികകൾ. അങ്ങനെയുള്ള ഗുളികകൾ കഴിക്കുമ്പോൾ നമ്മുടെ മൂക്കൊലിപ്പ് നിൽക്കുന്നത് പോലെ തന്നെ ഈ ആൻറ്റി ഹിസ്റ്റമിനുകൾ കഴിക്കുമ്പോൾ സ്രവം വരാതിരിക്കുന്ന ഒരവസ്ഥ വരാറുണ്ട്. സ്രവങ്ങളെ തടുത്ത് നിർത്തിയാണല്ലോ അത് ചെയ്യുന്നത്. അങ്ങനെ ആൻറ്റി ഹിസ്റ്റമിൻ പ്രോപ്പർട്ടി ഉള്ള ഏത് മരുന്ന് കഴിക്കുകയാണെങ്കിലും തീർച്ചയായിട്ടും യോനിയിൽ നനവുണ്ടാകാത്ത ഒരവസ്ഥ വരും. ഡിപ്രഷൻ്റെ മറ്റ് കാരണങ്ങളാണ് ഹോർമോൺ വ്യത്യാസങ്ങൾ, അങ്ങനെയുള്ളത് വരാറുണ്ട്. ചില അർബുദത്തിനുള്ള മരുന്നുകൾ കഴിക്കുകയാണെങ്കിൽ യോനിയിൽ നനവുണ്ടാകാത്തൊരവസ്ഥ വരും. ഇനി ചില രോഗാവസ്ഥകൾ, അതിൽ പ്രമേഹം, അതുപോലെ തന്നെ അണുബാധ, അർബുദം, ഇങ്ങനെയുള്ള അവസ്ഥകളിലും യോനിയിൽ നനവുണ്ടാകാത്ത അവസ്ഥ കാണപ്പെടാറുണ്ട്. ഇനി വേണ്ടത്ര സ്റ്റിമുലേഷൻ ഇല്ലാത്തൊരവസ്ഥ വരികയാണ്. അങ്ങനെയാണെങ്കിലും യോനിയിൽ നനവുണ്ടാകാതെ, അത് വേണ്ടത്ര ഫോർപ്ലേ ചെയ്യാതെ പെട്ടെന്ന് ലൈംഗികമായിട്ട് ബന്ധപ്പെടാനോ വല്ലതും ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈംഗികമായിട്ടുള്ള നനവ്, യോനിയിൽ വരൾച്ച അനുഭവപ്പെടുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട്. നമ്മുടെ നാട്ടിൽ സാധാരണമല്ലെങ്കിൽ കൂടി ഇപ്പോൾ ചിലരിലൊക്കെ കാണപ്പെടുന്ന ഒരു പ്രത്യേകതയാണ് മയക്കുമരുന്നുകൾ ഉപയോഗിക്കുക, അതുപോലെ തന്നെ മദ്യപിക്കുക, പുകവലിക്കുക എന്നൊക്കെ. അത്തരം സ്ത്രീകളിൽ യോനിയിൽ നനവ് വളരെയധികം കുറവായിട്ടാണ് കാണുന്നത്. അതിൻ്റെ കാരണം അവരുടെ തലച്ചോറിൽ നിന്നും പുറപ്പെടുവിക്കേണ്ട ചില സിഗ്നലുകൾ ബ്ലോക്കാവുന്നു, യോനിയിലേക്ക് വേണ്ടത്ര രക്തമെത്താതെ വരുന്നു, മറ്റ് പ്രവർത്തനങ്ങൾ, ഹോർമോൺ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നു, ഒക്കെ തടസ്സപ്പെടുന്നതുകൊണ്ടാണ് യോനിയിൽ നനവുണ്ടാകാതെ വരുന്നത്. ഇനി ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പ്രത്യേകതയുണ്ട്. പെർഫ്യൂംസ്, അതുപോലെ തന്നെ ഈ ചില രീതിയിലുള്ള നല്ല മണമുള്ള സോപ്പുകൾ, ഇതൊക്കെ ഉപയോഗിച്ച് യോനി വൃത്തിയാക്കുക എന്നുള്ളത്. അങ്ങനെ ചെയ്യുന്ന സ്ത്രീകളിലും ആ ഡിയോഡറൻസ് അത് തകരാറിലുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ലൈംഗികമായിട്ട് ബന്ധപ്പെടാൻ ആഗ്രഹം ഉടലെടുക്കുന്ന സമയത്ത് യോനിയിൽ നനവുണ്ടാകാതെ കാണുന്നുണ്ട്. യോനി വൃത്തിയായിട്ട് വെള്ളം കൊണ്ട് കഴുകുക, നല്ല രീതിയിൽ കഴുകുകയാണെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുകയില്ല. ഇനി ശരീരത്തിൽ ജലാംശം കുറയുകയാണെങ്കിലും യോനിയിൽ നനവുണ്ടാകാത്ത അവസ്ഥ കാണപ്പെടുന്നുണ്ട്. മറ്റ് അസുഖങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇനി യോനിയിൽ നനവുണ്ടാകാതെ വരുന്ന ഒരു അവസ്ഥ ഉടലെടുക്കുകയാണെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്? ഒരിക്കൽ ബന്ധപ്പെടുമ്പോൾ യോനിയിൽ അണുബാധ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, യോനിയിൽ മുറിവുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചില രീതിയിലുള്ള അണുബാധ ഉണ്ടെങ്കിൽ തന്നെ യോനിയിൽ നനവുണ്ടാകാതെ വരും. ലൈക്കൻ സ്ക്ലെറോസിസ്, അങ്ങനെയുള്ള ചില ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആകട്ടെ, വേറെ ഏത് തരത്തിലുള്ള അണുബാധ ഉണ്ടെങ്കിലും യോനിയിൽ നനവുണ്ടാകാത്ത ചില അവസ്ഥ വരാറുണ്ട്.
ഒരിക്കൽ നനവില്ലാത്ത അവസ്ഥയിൽ ബന്ധപ്പെടുകയാണെങ്കിൽ യോനിക്ക് ക്ഷതമേൽക്കുകയും അവിടെ വീണ്ടും അണുബാധകൾ ഉണ്ടാകുകയും അതോടനുബന്ധിച്ച് വീണ്ടും നനവുണ്ടാകാത്തൊരവസ്ഥയിലേക്ക് പോകാറുമുണ്ട്. ഇനി യോനിയിൽ നനവില്ലാതെ ബന്ധപ്പെടുകയാണെങ്കിൽ ലൈംഗികമായിട്ടുള്ള രതിമൂർച്ചയിലേക്ക് ആ സ്ത്രീ എത്തുന്ന പ്രശ്നമേ ഇല്ല. കാരണം അവർക്ക് വേദന അനുഭവപ്പെടുന്നു. വേദന അനുഭവപ്പെടുന്നതോടുകൂടി അവർക്ക് ലൈംഗികമായിട്ടുള്ള വിരക്തി ഉണ്ടാകുന്നു. വീണ്ടും അതായത് ആ വേദന അതായത് ഒരു സൈക്ലിക് റിയാക്ഷനാണത്. വേദന ഉണ്ടാകുന്നതോടുകൂടി യോനിയിൽ നനവില്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു. ഇതാണ് സംഭവിക്കുന്നത്. ഇനി ഇതിനുള്ള ചികിത്സകൾ എന്താണ്, അതിൻ്റെ അടിസ്ഥാന കാരണം എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുകയാണ് ആദ്യം വേണ്ടത്. അതായത് നമ്മൾ ഹോർമോണൽ ഇവാലുവേഷൻ ആദ്യം നടത്തണം. ഈസ്ട്രോജൻ എത്രത്തോളം ഉണ്ട്, ഹോർമോൺ പ്രൊലാക്റ്റിൻ എത്രത്തോളം ഉണ്ട്, ആ പ്രൊലാക്റ്റിനും ഈസ്ട്രോജനും അതുപോലുള്ള മറ്റു ഹോർമോണുകളും നോർമലാണെങ്കിൽ ഉള്ളു പരിശോധിക്കേണ്ടതുണ്ട്, അതായത് യോനി പരിശോധിക്കേണ്ടതുണ്ട്. അവിടെ അണുബാധയുണ്ടോ, ചിലപ്പോൾ സാഫ് ടെസ്റ്റ് ചെയ്യേണ്ടതായി വരാം, അതായത് അണുബാധയുണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ. അങ്ങനെ അത് കണ്ടുപിടിച്ചതിന് ശേഷമാണ് നമ്മൾ അതിനുള്ള ചികിത്സയിലേക്ക് വരാറുള്ളൂ. ചിലപ്പോൾ അർബുദത്തിന് മരുന്ന് കഴിക്കുന്ന ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം യോനിയിൽ നനവുണ്ടാവില്ല. അവർക്ക് മറ്റെന്തെങ്കിലും അസുഖമുണ്ടോ, ആ അസുഖത്തിൻ്റെ ഭാഗമായിട്ടാണോ ഇത് വന്നിരിക്കുന്നത്, ഇതെല്ലാം നാം കണക്കിലെടുക്കേണ്ടതുണ്ട്. അതുകൂടാതെ മാനസികമായിട്ടുള്ള രോഗത്തിന് ചികിത്സ എടുക്കുന്ന മിക്ക സ്ത്രീകളിലും യോനിയിൽ നനവുണ്ടാകാറില്ല. അത് സ്വാഭാവികവുമാണ്. അത്തരം മരുന്നുകൾ കഴിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അത് ഏത് രൂപത്തിലാണ് മാറ്റം വരുത്തേണ്ടത് എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടതുണ്ട്. അതിന് ഡോസ് കുറയ്ക്കുകയോ അല്ലെങ്കിൽ ഡ്രഗ് ഇൻ്റർവൽ നൽകുകയോ അങ്ങനെ ഏതെങ്കിലും രൂപത്തിലേക്ക് വരികയാണെങ്കിൽ ഈ യോനിയിലെ നനവ് ഉണ്ടാകുന്ന ഒരവസ്ഥയിലേക്ക് വരാറുണ്ട്. യോനിയിൽ നനവില്ലാത്തൊരവസ്ഥ വരികയാണെങ്കിൽ ലൈംഗിക ബന്ധം ദുഷ്കരമാകും. മാത്രമല്ല ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ബന്ധപ്പെടാനുള്ള ആഗ്രഹമില്ലാതെയാവും. അതുമൂലം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വീണ്ടും ഭർത്താവ് ബന്ധപ്പെടുവാൻ നിർബന്ധിക്കുമ്പോൾ ഈ സ്ത്രീ തയ്യാറാകാതിരിക്കുകയും കുടുംബകലഹങ്ങളിലേക്ക് പോകുന്നതുമായിട്ടുള്ള അവസ്ഥ കാണാറുണ്ട്. നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യോനിയിൽ നനവില്ലാത്തതിന് വിവിധ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾക്കനുസരിച്ചുള്ള ചികിത്സ നൽകി അതിനുള്ള പരിഹാരം കണ്ടെത്തുകയാണെങ്കിൽ യോനിയിൽ നനവുണ്ടാകുകയും ചെയ്യും, സുഖകരമായ ലൈംഗിക ബന്ധത്തിലേക്ക് പോവുകയും ചെയ്യും. ആദ്യം നാം ചെയ്യേണ്ടത് യോനിയിൽ നനവില്ലാത്ത സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആദ്യം ചോദിക്കേണ്ടത് വേണ്ടത്ര ഫോർപ്ലേ നടത്തുന്നുണ്ടോ എന്നുള്ളതാണ്. ഫോർപ്ലേ വേണ്ടത്ര ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും യോനിയിൽ നനവുണ്ടാകുകയില്ല. മാത്രമല്ല അങ്ങനെ യോനിയിൽ നനവുണ്ടാകാത്ത വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം വീണ്ടും വീണ്ടും ഈ പ്രശ്നങ്ങൾ അധികരിക്കുകയുള്ളൂ. അപ്പോൾ മതിയായ ഫോർപ്ലേ, ആ സ്ത്രീയുടെ ഇംഗിതത്തിനനുസരിച്ചുള്ള ഫോർപ്ലേ നൽകുകയും അങ്ങനെ ലൈംഗികമായിട്ടുള്ള ഉത്തേജനം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും യോനിയിൽ നനവുണ്ടാവും, സുഗമമായ ലൈംഗിക ബന്ധത്തിന് അത് സാധിക്കുകയും ചെയ്യും. ലൈംഗികമായ പ്രശ്നങ്ങൾക്ക് ചികിത്സ തേടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്നും പ്രസിദ്ധീകരിക്കുന്ന ബുക്ക്ലെറ്റുകൾ നിങ്ങൾക്ക് സൗജന്യമായി അയച്ചു നൽകുന്നതാണ്. നിങ്ങൾക്ക് ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ബുക്ക്ലെറ്റുകളാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ ISRM എന്ന് ടൈപ്പ് ചെയ്ത് ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.